ഈസാനക്ക് എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന അറിയാം. എന്നെ കണ്ട എന്നെ സന്തോഷമാണ് ചെക്കന്. അതെന്താന്നല്ലേ, എന്നെ ഒരു മാസത്തിന് ശേഷം ഈസാനക്ക് കൂടാൻ വന്നിട്ടുള്ള. നമ്മൾ പിന്നെ നേരെ എങ്ങോട്ടാണ് നമ്മളെ മൊസോണിലേക്ക്. എന്ത് കഴിക്കാൻ? മധുഹൂത്ത് കഴിക്കാൻ. ഓർഡർ ചെയ്ത സാധനം എപ്പോൾ വരും എന്ന് കണ്ണിൽ എണ്ണ അയച്ച് കാത്തിരിക്കുന്ന എന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിപ്പിൻ്റെ അവസാനത്തിനൊടുവിൽ ഞങ്ങളുടെ മുന്നിൽ മധുഹൂത്തെത്തി. എത്തേണ്ട താമസം അത് ഈസാൻഖാന്റെ വയറ്റിലും എത്തി. 8 10 12 14 15 15 3 4 5 6 4 4 5 6 7 8 9 10 11 12 13 14 15 16 പിന്നെ ആടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നല്ല പറയുന്ന കേട്ടായിരിക്കും ഇവിടുന്ന് 2 മിനിറ്റ്. ജീരക മിഠായി അടിപൊളിയാക്കി തന്ന്. പിന്നെ വണ്ടിക്കും എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ, വണ്ടിക്കും തിന്നാൻ കൊടുത്ത് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോയെന്നറിയാം, ജുഡിയോയിൽ പോയി. താമരശ്ശേരി ജുഡിയോയിലാണ് പോയത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം അടിച്ച് പേർക്കി തൂത്ത് വാരി എല്ലാവരും കൊണ്ടേക്കും. വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു കോഡ് സെറ്റാണ് ഇട്ടെടുത്തത്. ഇതല്ല കേട്ടോ എടുത്തത്, പിന്നെയും കാണിച്ചത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഈസാൻഖാന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഈസാൻഖാന്റെ ആയിരുന്നെങ്കിൽ ഇപ്പം എൻ്റെയും കൂടി ഫ്രണ്ട്സാണ് കേട്ടോ. അവിടുന്ന് എല്ലാവരും ഓരോ ജ്യൂസ് അങ്ങ് പാസ്സാക്കി. അങ്ങനെ അഷ്മൽ ഖാൻ്റെ വെളുപ്പിക്കലും നമ്മളുടെ സൊറപറച്ചിലും ജ്യൂസ് കൂടിയും കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് അങ്ങ് തിരിച്ചല്ലെങ്കിൽ മഴ പെയ്തു. ചുരത്തിലെത്തിയപ്പോൾ ഇസാൻഖാക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാനെടുക്കാം, എനിക്ക് നല്ല ധൈര്യമാണ്. അങ്ങനെ ഞാൻ എടുത്തു. ചുരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കോടയൊക്കെ വന്ന് സൂപ്പർ, നല്ല തണുപ്പൊക്കെ ആയിട്ട് സെറ്റ്. പിന്നെ ഞാൻ ഈസാൻഖാനോട് പറഞ്ഞു ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾക്ക് ധൈര്യം സംഭരിച്ച് നമ്മൾ ഓടിക്കണം. അങ്ങനെ ഈസാൻഖാനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈസാൻഖാക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്തു. ചുരം കയറി ഉടനെ വണ്ടി അങ്ങ് തിരിച്ചു തന്നു. പിന്നെ ഞാൻ അധികം തർക്കിക്കാൻ തന്നില്ല. പിന്നെ നമ്മൾ സൊറയും പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.